നമസ്കാരം. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് കറക്റ്റ് മുന്നിൽ നിന്നുള്ളൊരു വ്യൂ. നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ സമയം ഒരു 11 മണി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ രാവിലെ. ഇതേ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ട് തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും പിന്നെ അതേണ്ട 4 വീലറൊക്കെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ. പിന്നെ എല്ലാം പാർക്കിംഗ് ഏരിയ ഇതാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരം മുറിച്ച് കളഞ്ഞു. ഇതാ കിടക്കുന്നുണ്ടോ, മരം മുറിച്ചു. നല്ല ചൂട് കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കരമായ വെയിൽ, പൊള്ളുന്ന വെയിലാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ്. ഇപ്പം ആ കാർ പാർക്കിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ട് റൂംസ്, ഫ്രഷപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തടുത്തായിട്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഇനി ഇന്നത്തെ യാത്രയുടെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാം, അകത്തോട്ട് കയറിയിട്ട് പറയാം. ഇനിയിപ്പം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ പറയണം. ഇതേ കണ്ടില്ലേ, ഇത് നമ്മുടെ പ്രീപെയ്ഡ് ഓട്ടോ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഓട്ടോ സ്റ്റാൻഡും പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ, അതിൻ്റെ ബാക്ക് സൈഡായിട്ട് പാർക്കിങ്. പിന്നെ ഇപ്പുറത്ത് തന്നെ കാണണ്ട ടാക്സി സ്റ്റാൻഡ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെളിയിൽ നിന്ന് വരുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടൊരു ATM, അകത്തുനിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ, നമുക്ക് മനസ്സിലായില്ലേ, വലത്തെ സൈഡ്. ഇപ്പോൾ അതാണ്ട് ATM അടുത്തോട്ട് പോകും. നമ്മൾ SBIയുടെ ഒരു ATM ഉണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ട്, കണ്ടില്ലയോ, SBIയുടെ ഒരു ATM. നല്ല വെയിലുണ്ട് കേട്ടോ ഗൈസ്, നല്ല സുന്ദരമായ വെയിൽ, നല്ല സൂപ്പർ വെയിൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അകത്തോട്ട് കയറാം. അകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങളും ഇന്നത്തെ യാത്രയുടെ കാര്യങ്ങളൊക്കെ പറയാം. ഒരു വലിയ വണ്ടിയിലാണ് യാത്ര, ജനറൽ ക്ലാസ് ആണ് യാത്ര, ചെറിയ യാത്രയാണ്. കണ്ടില്ലേ, കയറി വരുമ്പോഴത്തേക്കും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉള്ളതാണൊക്കെ തന്നെ. ഫ്രണ്ടിൽ കാണിച്ചതും ഓട്ടോ സ്റ്റാൻഡും എല്ലാം ഉള്ളതും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉള്ളതാണ്. പിന്നെ പറഞ്ഞതേ ഉള്ളൂ ഗൈസ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടെ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി പറയാം. ദേ ഇവിടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ടോ. കൊച്ചുവേളി എക്സ്പ്രസ്, പോർബന്ദർ എക്സ്പ്രസ് വണ്ടി ലേറ്റ് ആണ്. ടിക്കറ്റ് കൗണ്ടർ ദേ ഇവിടെ ആണ്. പിന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉള്ളതാണ് ATM സംവിധാനം കാര്യങ്ങൾ ഇവിടെയും ഉണ്ട്. നമുക്ക് എന്തായാലും ടിക്കറ്റൊക്കെ എടുക്കണം. നമ്മളിത് ഈ വഴിയാണ് കയറി വന്നത് അകത്തോട്ടെ. പിന്നെ അതോ അവിടെ ആയിട്ട് ഇൻഫോർമേഷൻ സെൻറ്റർ കയറുന്ന മെയിൻ എൻട്രി തന്നെയാണ് എല്ലാം. ഇൻഫോർമേഷൻ സെൻറ്റർ, പിന്നെ അതോ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് റിട്ടയറിംഗ് റൂം, വിശ്രമ സ്ഥലം, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതോ പൈസ ഡബിൾ ബെഡിന് 600 രൂപ, പിന്നെ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റിട്ടയറിംഗ് റൂം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കണ്ടില്ലയോ. പിന്നെ അതാണ് തൊട്ടടുത്തായിട്ട് തന്നെ ഇൻഫോർമേഷൻ സെൻറ്റർ ഉണ്ട്. അങ്ങനെ അതെ നമ്മൾ അകത്ത് കയറി. ഇപ്പം എൻട്രി കൂടെ അകത്ത് കയറി. ഇതായപ്പോൾ കറക്റ്റ് 11-12 ആയതേ ഉള്ളൂ സമയം. 12:30 കഴിഞ്ഞിട്ടാണ് നമ്മളെ വണ്ടി വരുന്നത്. നമ്മളിപ്പോൾ കറക്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുകയാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1. ഈ കിടക്കുന്ന വണ്ടി കൊല്ലത്ത് നിന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ പാസഞ്ചറാണ്, കൊല്ലം ആലപ്പുഴ പാസഞ്ചർ. ഇതൊരു 10:50 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ഒരു കടയുണ്ട് കയറി വരുമ്പോഴത്തേക്കും. ഇത് കണ്ട, ഒരു സ്റ്റേഷൻ, ഒരു ഉൽപ്പന്നം, മറ്റേ മിൽമയുടെ ഇതൊക്കെ, മിൽമ പേട അതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ എന്ത് സംഭവമാണ് ആയിരിക്കുന്നേക. എന്തായാലും വെയിറ്റിംഗ് റൂമിലോട്ടൊന്ന് നോക്കാം. ഇത് ഇൻഫോർമേഷൻ സെൻറ്ററിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ. നമ്മൾ കയറുമ്പോൾ വലത്തെ സൈഡിലോട്ട് നടന്നു പോകുമ്പോൾ തന്നെയാണ് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയൊക്കെ വെയിറ്റിംഗ് റൂം. വെള്ളമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, തണുപ്പും ചൂടും. ഇതാണ് ലേഡീസിൻ്റെത്. വിർഗോടെ പരസ്യം വെച്ചിട്ടെല്ലാം എല്ലാം മറച്ചു വെച്ചേക്കുന്നു. നമ്മുടെ വെയിറ്റിംഗ് റൂം നോക്കിയാൽ ജെൻസിൻ്റെ സെക്കൻഡ് ക്ലാസ് കാത്തിരിപ്പ് മുറി ജെൻസിൻ്റെ ആണ് നമ്മളിനി കാണാൻ പോകുന്നത് ഗൈസ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ, അതേ മൊത്തം വിർഗോ. ഇവിടെ പണി നടക്കുകയാണ് കേട്ടോ. നമുക്ക് അകത്തോട്ട് കയറി എന്തായാലും കാണാം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അകത്ത് പണിക്കാരാണോ ഇരിക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ. കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഫോൺ സൂക്ഷിക്കണം. ബി അവെയർ ഓഫ് മൊബൈൽ ഫോൺ ലിഫ്റ്റേഴ്സ്. മൊബൈൽ തട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാരെ സൂക്ഷിക്കണം. ദേ ഇവിടെ ഫോൺ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കുട്ടി ഇടുമ്പോഴൊക്കെ നമ്മൾ നോക്കണം, നമ്മൾ തന്നെ നോക്കണം. ഫാനൊക്കെ ഊരി താഴെ ഇട്ടേക്കാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം പണി നടക്കുക. എന്നാലും കഴിഞ്ഞ വട്ടം നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ വെയിറ്റിംഗ് റൂമൊക്കെ അടിപൊളിയായിരുന്നില്ലേ. ഇതിനിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ റെഡി ആവുമായിരിക്കും. പിന്നെ ഇവിടുത്തെ ബാത്തിങ് പ്രൊഹിബിറ്റഡ് ആണ്. പേ ആൻഡ് യൂസ് സംവിധാനം വെളിയിലുണ്ടെന്നാണ് പറയുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1 അങ്ങ് അറ്റ സൈഡിലായിട്ട്. നമ്മളിപ്പോൾ ഇപ്പുറ സൈഡിലായിട്ടല്ലേ വന്നത്. നമുക്ക് എന്തായാലും അത് പോയി കാണാം. ഇനിയിപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു സൈഡിലോട്ടാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതായിട്ട് നമുക്ക് വുമണിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ആണ്. വുമണിൻ്റെ ഹെൽപ്പ് ഡെസ്ക്, വുമൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഇതെല്ലാം പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ഉള്ള സംവിധാനമാണ്. കണ്ടില്ലേ, പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ AC വെയിറ്റിംഗ് ഹാളുണ്ട്. അതായത് ഈ സെക്കൻഡ് ക്ലാസ് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ AC വെയിറ്റിംഗ് ഹാൾ, അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് തിരിച്ച് പ്ലാറ്റ്ഫോം നമ്പർ 1 അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ഇതേ നിങ്ങൾ ദൂരത്തായിട്ട് മറ്റേ ഇത് കാണുന്നുണ്ടോ, മറ്റേ ഫസ്റ്റ് എയ്ഡ്, കുറച്ച് ഫ്രണ്ടിലോട്ട് ആക്കി വെച്ച് ഇവിടെ അടുത്തടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ദേശീയ നഗര ആരോഗ്യ ദൗത്യം. കൊല്ലം റെയിൽവേ സ്റ്റേഷനും മിക്ക റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട്.
എന്തെങ്കിലും അത്യാഹിതമായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെയോ കണ്ടില്ലേ. വഴികാട്ടി ആലപ്പുഴ ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ. ഇനി വന്നു കേട്ടോ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ൻ്റെ. ഇതേ അതിൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് അറ്റത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ AC വെയിറ്റിംഗ് ഹോൾ റൂം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മണിക്കൂറിന് 30 രൂപയും കണ്ട. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഈ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടൊരു വീഡിയോ എടുത്തിട്ട് AC വെയിറ്റിംഗ് ഹോളിൻ്റെ അകത്തെ കാഴ്ചകളെ കാണിച്ചായിരുന്നു. വലിയ സോഫയൊക്കെ വെച്ച് അടിപൊളി സെറ്റപ്പായിരുന്നു. ഇത് കണ്ടില്ലേ, പെർ ഹെഡ് 30 രൂപ. സദേൺ റെയിൽവേയുടെ ഫെസിലിറ്റീസൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടോ, നമ്മുടെ സൂം ഏരിയയും കാണിച്ചു തരാം, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. AC വെയിറ്റിംഗ് ഹോള്. നമ്മളിപ്പോൾ കയറി വന്ന് പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് നിൽക്കുന്നത്. 1-ലെ ഒരു സൈഡിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അപ്പുറത്തെ സൈഡിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ ജെൻസിൻ്റെ വെയിറ്റിംഗ് റൂമിൽ കയറിയപ്പം ടോയ്ലറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, പേ ആൻഡ് യൂസ് ടോയ്ലറ്റൊക്കെ ഉണ്ടെന്ന്. ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ നമ്പർ 12217 കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് ആണ്. ആഴ്ചയിൽ തിങ്കളാഴ്ചയും ശനിയാഴ്ചകളും സർവീസ് നടത്തുന്ന ട്രെയിൻ. കൊച്ചുവേളിയിൽ നിന്ന് ചണ്ഡീഗഡ് വരെ പോകുന്ന ട്രെയിനാണ്. നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്ന്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് ട്രെയിൻ വന്നിരിക്കുന്നത്. നെയിം ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കൊച്ചുവേളി ചണ്ഡീഗഡ്. അതേപോലെ തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അത് ഏത് കോച്ചസിലാണെങ്കിലും ഡൽഹിയിൽ പോകാൻ ഇത് ബെറ്റർ ട്രെയിനാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല, ഭാവിയിൽ എപ്പോഴേലും യാത്ര ചെയ്യാം. അപ്പോൾ ഈ ട്രെയിനിൽ നമ്മളെ കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങളുടെ എക്സ്പീരിയൻസ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിലും സ്ലീപ്പറിലാണെങ്കിലും AC-ലാണെങ്കിലും കേട്ടോ. അപ്പോൾ എന്തായാലും പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ ട്രെയിൻ വന്നിട്ടുണ്ട്. ലേഡീസിൻ്റെ വെയിറ്റിംഗ് ഹാളിനകത്ത് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെയും പണി നടക്കുവാണ്. ഞാൻ ഓടിച്ചൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. അതായത് AC വെയിറ്റിംഗ് ഹാളല്ല, AC മിക്സിങ് ആണല്ലോ. വേർതിരിവില്ലാതെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പൈസ കൊടുത്ത് കയറി മേടിക്കാം. പക്ഷേ മേടിക്കാമെന്ന് കയറിയിരിക്കാം. വർക്ക് നടക്കുമോ രണ്ടിടത്തും. ജെൻസിൻ്റെയും കണ്ടില്ലേ. അപ്പോൾ അത് ഇനി എപ്പോൾ പണി തീരുന്നൊന്നും അറിയത്തില്ല. തീരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. പക്ഷേ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമൊക്കെ അടിപൊളിയല്ലായിരുന്നു ജെൻസിൻ്റെ. നല്ല ക്ലീനാണ്, നീറ്റാണ്, അടിപൊളിയായിരുന്നു. അത് കണക്കാവുമായിരിക്കും. ഇവിടെ എന്ത് കണ്ടില്ലേ, പണിയൊക്കെ നടക്കുക. ഒന്നുമില്ല മേളിലൊക്കെ കണ്ട. അത് ആ വെയിൽ നല്ല രീതിയിൽ വന്ന് തന്നെ ഉച്ചയ്ക്ക് അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അപ്പർ സൈഡിലോട്ട് പോകാം. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പ്ലാറ്റ്ഫോം നമ്പറിൻ്റെ 1-ൻ്റെ അപ്പർ സൈഡിലോട്ട് പോകാവേ. കണ്ട നമ്മൾ ഈ വഴിയാണല്ലോ എൻട്രി കയറി വന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളാണല്ലോ കണ്ടത്. 11:28 സമയം. നമ്മുടെ ട്രെയിൻ ഒരു 12:20 ആകുമ്പോഴേ വരത്തുള്ളൂ. നമ്മൾ പോകുന്ന ട്രെയിൻ ഒരു പേരെടുത്ത വണ്ടിയാണ്. ഗോരഖ്പൂരിൽ നിന്ന് കൊച്ചുവേളി പോകുന്ന വണ്ടിയാണ്. കൊച്ചുവേളി റത്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിലാണ് നമ്മുടെ യാത്ര. ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണേ. അപ്പോൾ എങ്ങനെ ആയിരിക്കുമെന്നൊന്നും അറിയത്തില്ല. വണ്ടി പേരെടുത്തൊരു വണ്ടിയാണ്. നല്ല മണമെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ അതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടപ്പോഴത്തേക്കും വിവേക് എക്സ്പ്രസ്സിനെ പറ്റി ഇട്ടപ്പോഴും പറഞ്ഞായിരുന്നു. എഴുതി വെച്ചേക്കുന്നുണ്ട്. പോർബന്ദർ, നമ്മുടെ പോർബന്ദർ കൊച്ചുവേളി എക്സ്പ്രസ് കണ്ടോ, ട്രെയിൻ നമ്പർ 20910. അതൊരു 1 മണിക്കൂർ ലേറ്റാന്ന് ഇവിടെ വിളിച്ചു പറയുന്നത് കേട്ടത്. നമ്മുടെ ട്രെയിൻ 12 മണിക്ക് എത്തുമെന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്ന് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഇടത്തെ സൈഡിലോട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ. നമ്മുടെ യാത്രക്കാരുടെ ബാഗ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. എല്ലാം യാത്രക്കാരുടെ ബാഗും എല്ലാം സൂക്ഷിക്കുന്ന സ്ഥലമായ നമ്മുടെ ക്ലോക്ക് റൂം. ഇവിടെയും വിർഗോ, സർവ്വം വിർഗോണല്ലോ. വിർഗോ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ പാഴ്സൽ സർവീസ് കാണിച്ചു തരാമേ. അതായത് ക്ലോക്ക് റൂമിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ. ഇതെല്ലാം പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. കണ്ടില്ലേ, തൊട്ടിപ്പുറത്ത് തന്നെയാണ് പാഴ്സൽ ഓഫീസ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു കൊച്ചു കടയുണ്ട്, മൾട്ടി പർപ്പസ് സ്റ്റാൾ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മിൽമയുടെ കടയുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, മിൽമയുടെ കട. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഒരിതുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലെ ഇങ്ങേ അറ്റത്ത് കണ്ടില്ലയോ, നോൺ വെജാണ്. പിന്നെ അപ്പുറത്ത് എസ്കലേറ്റർ, ഇപ്പുറത്ത് ഓവർ ബ്രിഡ്ജ്. അത് കയറി കാണിക്കാം. അതിന് മുമ്പ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വെയിറ്റിംഗ് റൂമിൽ ഒരു ഇത് കണ്ടായിരുന്നല്ലോ, പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്, ശുചിത്വം മുറി മാറ്റിയിട്ടുണ്ടെന്നുള്ളത്. പേ ആൻഡ് യൂസ് അത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ ഇങ്ങേ അറ്റത്തെ സൈഡിലാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, അത് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, പ്ലാറ്റ്ഫോം നമ്പർ 1-ൻ്റെ മറ്റൊരു സൈഡിലെ ഇങ്ങേ അറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്കുള്ള പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനൊരു ബോർഡ് കാണാം, റൂംസ് ആൻഡ് റെസ്റ്റോറൻറ്റ്, AC നോൺ AC ഡോമിറ്ററി ഫ്രഷപ്പ് എല്ലാം. ഇതേ ഇപ്പം കാണിച്ചു തരാം. ഇത് നമ്മളെ മലയാളി ട്രാവലേഴ്സ് ബ്രോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അവരെ വീഡിയോ അല്ലേ. അവർ ആലപ്പുഴ എന്നൊരു വീഡിയോ ഇട്ടില്ലായിരുന്നോ,
അപ്പോൾ അവർ കാണിച്ച ഇതാണ്ട് റെയിൽ വ്യൂ റൂംസ് ആൻഡ് റെസ്റ്റോറൻറ്റ്, AC നോൺ AC ഡോർമിറ്ററി, അതാണ് ഈ സംഭവം പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ഫുള്ള് കാഴ്ചകൾ നിങ്ങൾ കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 സൈഡും ഞാൻ നല്ലതുപോലെ കാണിച്ചു. പ്ലാറ്റ്ഫോം നമ്പർ 1 വലത്തെ സൈഡ് നിങ്ങൾ കണ്ടു നല്ലതുപോലെ, ഇടത്തെ സൈഡ് നല്ലതുപോലെ കണ്ടു. അപ്പുറത്തൊക്കെ ഏതൊക്കെയോ ട്രെയിനുകളെ കിടപ്പുണ്ട്. നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 2 ഒന്ന് പോവാം. നമുക്ക് ഓവർ ബ്രിഡ്ജ് കയറി പോകണ്ട, എസ്കലേറ്റർ കയറി പോവാം. ഇതുവരെ ഇവിടെ വന്നിട്ട് എസ്കലേറ്റർ കയറി പോയിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എസ്കലേറ്റർ കയറി പോകാം. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് അതിന് റെയിൽവേ ഗേറ്റ് കാണിച്ചു തരാൻ പറ്റും. വണ്ടി ക്രോസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. പ്ലാറ്റ്ഫോം നമ്പർ 1 കൂടെ ഫ്രണ്ടിലോട്ട് നമ്മൾ അറ്റത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ. എന്തായാലും നോക്കട്ടെ. ഇവിടെ ബെഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കാണുന്ന നമ്മളെ റെയിൽവേ ഫോഴ്സിൻ്റെ ഓഫീസാണ്, റെയിൽവേ പോലീസിൻ്റെ. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ ഈ ക്ലോക്ക് റൂമൊക്കെ കാണിച്ച ഭാഗമില്ലേ, ആ വഴി നേരെ പോകുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു റിസോർട്ടൊക്കെ കാണിച്ചില്ലേ, റെയിൽ വ്യൂ റിസോർട്ടെന്ന്, മറ്റേ ഹോട്ടൽ, അതിൻ്റെ അടുത്ത് റെയിൽവേ സഹകരണ സേന ആലപ്പുഴ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആലപ്പുഴ, കണ്ടില്ലയോ? പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ. നമ്മുടെ സെങ്കോട്ടയിലും ഇതാണ് ഒരു സെറ്റപ്പ്, മരങ്ങളും അതിൻ്റെ ഇടയ്ക്കായിട്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടപ്പം? ഇതേ കണ്ടില്ലേ, വണ്ടി ക്രോസ് ചെയ്ത് പോകുന്നതാണോ? റെയിൽവേ ഗേറ്റ് അവിടെയാണ്, ആലപ്പുഴ. എല്ലാം പൊളിച്ചിട്ടേക്കുന്നു. ഇനിയിപ്പോൾ തിരിച്ച് നടക്കാം. ഇനി നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 2 പോയിട്ട് അങ്ങ് അപ്പുറത്തും ഒരു ട്രെയിൻ കിടക്കുന്നു, ഇപ്പുറത്തും ഒരു ട്രെയിൻ കിടക്കുന്നു. മറ്റേ ട്രെയിൻ നിങ്ങൾ കണ്ടേ, പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കുന്ന നമ്മൾ കൊല്ലത്തുനിന്ന് വന്ന ആലപ്പുഴ വണ്ടിയെ പാസഞ്ചർ, അവനെ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും. ഇവിടുന്ന് ഇപ്പോൾ റിവേഴ്സ് പോകും. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. കാരണം നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ വരുമേ. നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നത്. നമുക്കിനി പതുക്കെ സൗണ്ടൊക്കെ പോയി ഗൈസ്. നല്ല സൂപ്പർ വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വെയിൽ സമ്മതിക്കണം. ഈ വെയിലത്ത് കിടന്ന് പണി ചെയ്യുന്നവരെ എല്ലാവരെയും സമ്മതിക്കണം കേട്ടോ. റോഡിൽ പണി ചെയ്യിക്കുന്നവരാണെങ്കിലും റെയിൽവേയിൽ ട്രാക്കിലൊക്കെ ചുട്ടു പഴുത്തിരിക്കുന്ന ടീമുകളുണ്ടല്ലോ. ഇതാണ് ഓവർബ്രിഡ്ജ് കയറിപ്പോൾ. നമ്മൾ ഒരുപാട് വട്ടം ഓവർബ്രിഡ്ജ് കയറി ഇറങ്ങി വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി തൊട്ടപ്പുറത്തെ എസ്കലേറ്ററിലോട്ട് നമ്മൾ കയറുവാണ്. എസ്കലേറ്റർ എവിടെ? എസ്കലേറ്റർ നമ്മൾ കയറി പക്ഷേ ഒരു സ്പീഡില്ല കേട്ടോ, പതുക്കനെ പോകുന്ന, പതുക്കനെ. കണ്ടോ നിങ്ങൾ? കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് എസ്കലേറ്റർ കയറുന്നത്. എനിക്കൊന്ന് മുമ്പ് പണിയും കണ്ട് നടന്നുകൊണ്ടിരുന്നത് ഞാൻ തോന്നുന്നു. ആണോ അതോ ശ്രദ്ധിക്കാതെ ആണോ എന്ന് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി വെയിറ്റിംഗ് റൂമൊക്കെ പോസ്റ്റാണ് കേട്ടോ. ആകെ ഉള്ളത് പെയ്ഡ് AC വെയിറ്റിംഗ് റൂം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി എപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യം പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ, വെയിറ്റിംഗ് റൂമിൽ ഇല്ല. പിന്നെ AC വെയിറ്റിംഗ് റൂമിൽ എല്ലാ സംവിധാനവും ഉണ്ട്, അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ 2 വെയിറ്റിംഗ് റൂമിൽ ഇതേണക്കത്തെ പ്രശ്നവും പ്രോബ്ലങ്ങളും ഉണ്ടായതുകൊണ്ടും AC വെയിറ്റിംഗ് റൂമിൽ സ്വാഭാവികമായിട്ട് നല്ല തിരക്ക് കാണും. ഇത് നമ്മുടെ ഓവർ ബ്രിഡ്ജിൻ്റെ പരിപാടികളൊക്കെ നടത്തിയ ഒരു സംവിധാനമാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതെന്നാണ് കൺസ്ട്രക്ട് ചെയ്തത്, അങ്ങനത്തുള്ള കാര്യങ്ങൾ കേട്ടോ. എന്തായാലും നേരെ വെച്ച് പിടിക്കാം. അപ്പം ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണേ, ഈ വെയിറ്റിംഗ് റൂമിൽ നമ്മൾ പോകുമ്പോഴും ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു കാര്യം കൊണ്ടും മറ്റേ AC വെയിറ്റിംഗ് റൂമിൽ നല്ല തിരക്കാവാൻ ചാൻസ് ഉണ്ട്. നല്ല തിരക്കുണ്ട്, ചാൻസ് അല്ല, ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ റൂംസും കാര്യങ്ങളും ഒരു പോസ്റ്റും ഇല്ല, മനസ്സിലായ? പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും എല്ലാം. ഇതേണ്ട നമ്മൾ വന്ന സാധനം അല്ലല്ലോ ഇത്. നോക്കട്ടെ. നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ സാധനം തന്നെ. കൊല്ലം, ആലപ്പുഴ. ഇതെന്തു ഇത്? നാഗർകോവിൽ, കോട്ടയം, നിലമ്പൂർ, കൊല്ലം, തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ. ഒരുപാട് റൈഡ് ഷെയറിംഗ് ഉള്ള ട്രെയിൻ, പാസഞ്ചർ ട്രെയിൻ. ഇവനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരൊറ്റ പോക്ക് പോകും. നേത്രാവതി എക്സ്പ്രസ് വരും, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2 തന്നെ ഒരു കൊച്ചു കടയൊക്കെ ഉണ്ട്, കാറ്ററിംഗ് സ്റ്റാള്. ഇപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ തിരുവനന്തപുരം സെൻട്രലും MGR ചെന്നൈ സെൻട്രലിൽ പോകുന്നതും തിരിച്ചു വരുന്ന ട്രെയിനും, പിന്നെ ആലപ്പുഴയിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലോട്ട് പോകുന്ന ട്രെയിനുമാണ്. ഇവിടെ നിന്ന് എടുക്കുന്ന വണ്ടിയാണ്, കാണിച്ചു തരാം. റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. ഇത് കണ്ടില്ലയോ നിങ്ങൾ? ട്രെയിൻ നമ്പർ 12695 96 ആയിട്ട് തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രലും തിരിച്ചും, പിന്നെ 22639 22640 ആയിട്ട് ആലപ്പുഴയിൽ നിന്നും തിരിച്ചും അങ്ങോട്ടും ചെന്നൈയിൽ നിന്ന്. മനസ്സിലായോ? പ്ലാറ്റ്ഫോം നമ്പർ 3 കിടക്കുന്നത്. ഒരുപാട് പഴക്കമുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല വെളിയിൽ നിന്ന് കാണുമ്പോഴേ ആ ഒരു പഴമ നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്ന മെയിനായിട്ടുള്ള കാര്യം ഇത് രണ്ടും നിങ്ങളെ ഒന്ന് കാണിക്കാനും, പിന്നെ നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ വരാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ ഇവനെ ഇപ്പോൾ കൊണ്ടുപോവുകയും ചെയ്യും ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി അങ്ങനെ ഇടാനായിട്ടേ. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമ്മളെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1 അതിനകത്ത് ആകെ 2 ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ കാണത്തോളം എന്ന് വിളിച്ച് അനൗൺസ്മെൻറ്റും ചെയ്തു. ആ പോകുന്ന കണ്ടില്ലേ ഈ വണ്ടി പോകുന്നത് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സിന് വഴിയൊരുക്കുന്നതാണെന്നാണ് എൻ്റെ മനസ്സിലുള്ളൊരു തോട്ട്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ എന്തായാലും അവർ, കാരണം നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് വരുമെന്ന് കുറച്ച് നേരം കൊണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുമായിരുന്നു പ്ലാറ്റ്ഫോം നമ്പർ 2. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എഞ്ചിൻ ഫ്രണ്ടിലാണ്, റിവേഴ്സ് അടിച്ച് പോവുകയാണ് നമ്മുടെ കുട്ടൻ. എന്തായാലും പോകുന്നുണ്ട് ഇവിടുന്ന്.
ഇന്ന് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു കൊച്ചുവേളിയിലൊന്ന് കയറണമെന്നേ, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കൊച്ചുവേളിയിൽ നമ്മുടെ ഗോരഖ്പൂർ വണ്ടിയിൽ. കാരണം ഞാൻ വിവേകിൻ്റെ ഇടുമ്പോഴത്തെ വിവേകിൻ്റെ എക്സ്പ്രസിൻ്റെ കാര്യം തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുത്തപ്പോൾ ആൾക്കാർ പറഞ്ഞായിരുന്നു ഈ കാര്യം കേട്ടോ. കാരണം ഗോരഖ്പൂരിൽ നിന്ന് തിരിച്ചു വരുന്ന വണ്ടി, കൊച്ചുവേളിയിൽ നിന്ന് ഗോരഖ്പൂർ പോകുമ്പോൾ വലിയ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് കേരളം വരുന്നവരാ. പക്ഷേ ഗോരഖ്പൂരിൽ നിന്ന് തിരിച്ചു വരുമല്ലോ നാട്ടിലോട്ട്, അപ്പോഴാണ് വണ്ടി ഭയങ്കര സീനെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ വണ്ടിയിലൊന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആലപ്പുഴയിൽ നിന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടേ. ഗോരഖ്പൂരിൽ നിന്ന് വരുവാണല്ലോ വണ്ടി. ഇപ്പം കൊച്ചുവേളി രപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് ട്രെയിൻ നമ്പർ 12511 ആയിട്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ വണ്ടി വന്നിട്ട് പറയാം. ഇപ്പോൾ ഈ വന്നത് നമ്മുടെ നേത്രാവതി കുട്ടനാണ്, നേത്രാവതി എക്സ്പ്രസ്. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാട്ടോ വന്നത്, ട്രെയിൻ നമ്പർ 16346 നേത്രാവതി എക്സ്പ്രസ്. തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആലപ്പുഴ വഴി 1498 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പിറ്റേ ദിവസം മുംബൈ ലോക്മാന്യത്തിലേക്ക് ടെർമിനൽസിലേക്ക് എത്തുന്ന നമ്മുടെ ട്രെയിനാണ്. നമ്മൾ ഒരുപാട് ട്രെയിൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഈ നേത്രാവതി എക്സ്പ്രസിനെ പറ്റി, ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ. പിന്നെ ഇതേ ട്രെയിൻ തന്നെ തിരിച്ചുണ്ടല്ലോ, മുംബൈ ലോക്മാന്യത്തിലേക്ക് ടെർമിനൽസിൽ നിന്ന് 11:40 എടുത്തിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം 6:20 തിരുവനന്തപുരം സെൻട്രലിലെത്തും. 11:40 രാവിലെയാണ് എടുക്കുന്നത് ട്രെയിൻ നമ്പർ 16345 ആയിട്ട്. നേത്രാവതി എക്സ്പ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ട്രെയിനാണ്, ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ. ആരോ ഒരിക്കൽ തർക്കിച്ചായിരുന്നെങ്കിൽ ഞാൻ നേത്രാവതി എക്സ്പ്രസ് ഡെയിലി സർവീസ് ചെയ്യുന്ന ട്രെയിൻ അല്ലെന്നും പറഞ്ഞ് ഏതോ ഒരു ബ്രോ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കിടന്ന് നമ്മുടെ വേറെ ബ്രോസുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പം നേത്രാവതി എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ട്രെയിനാണ്, ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ വേണ്ട കേട്ടോ. ഗൈസ് ഞാനങ്ങനെ പതുക്കെ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലോട്ട് വന്നായിരുന്നു, കാരണം നമ്മുടെ ട്രെയിൻ വരാനുള്ള ടൈം ആയായിരുന്നു. നേത്രാവതി എക്സ്പ്രസ് അപ്പുറത്ത് തന്നെ കിടക്കുക. ദേ വരുന്നവനാണ് നമുക്കിന്ന് യാത്ര ചെയ്യാൻ പോകേണ്ട ട്രെയിൻ നമ്പർ 12511 കൊച്ചുവേളി. ഗൈസ് സ്മെല്ലുണ്ട് കേട്ടോ, വണ്ടിക്ക് നല്ല സ്മെല്ലുണ്ട്. ആൾക്കാർ പറയുന്നതൊക്കെ ശരിയാണ്. സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുന്ദരമായ സ്മെല്ല് കേട്ടോ. കൊച്ചുവേളി രപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇത് ഗോരഖ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ആൾക്കാർ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. വണ്ടി പ്ലാറ്റ്ഫോമിലോട്ട് വരാൻ നേരത്ത് തന്നെ നല്ല സ്മെല്ലുണ്ട്. സത്യസന്ധമായ കാര്യമാണ്, ഈ യാത്രക്കാർ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. ഇനി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എങ്ങനെ അവസ്ഥയെന്ന് പറഞ്ഞോളൂ. എന്തായാലും നമുക്ക് കയറാം. ഈ ട്രെയിൻ ആഴ്ചയിൽ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ഗോരഖ്പൂരിൽ നിന്ന് രാവിലെ 6:35 എടുക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി 3236 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് 3-ാം ദിവസം വൈകുന്നേരം കൊച്ചുവേളിയിലേക്ക് 3:40 എത്തും. ആ ദിവസമാണ് നമ്മളിപ്പോൾ ഈ ട്രെയിനിൽ ആലപ്പുഴയിൽ നിന്ന് കയറിയത്. നല്ല സ്മെല്ലുണ്ട് ഗൈസ്, ഈ കോച്ചസിനകത്തൊക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഗോരഖ്പൂർ കൊച്ചുവേളി വണ്ടി ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലത്തെ 2 എണ്ണേ ഉള്ളൂ നമുക്ക്. ഞാനെന്തായാലും അകത്ത് കയറി ഇനിയിപ്പം എവിടെയെങ്കിലും ഒന്ന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ആൾക്കാർ എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ഞാൻ എവിടെയെങ്കിലും കയറി ഒന്ന് ഇരുത്തി ഉറപ്പിക്കണം. എനിക്ക് തോന്നുന്നു ഇരിക്കുന്നതിനെക്കാട്ടി അത് വെളിയിൽ കാറ്റും കൊണ്ട് നിൽക്കുന്നതായിരിക്കും, ചിലപ്പോൾ പെട്ടുപോകും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ട് കേട്ടോ, ഫുഡ് കഴിച്ചോളാൻ വയ്യ. ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട്, ഫുഡ് കഴിക്കണം. നല്ല സ്മെല്ലുണ്ട് ഗൈസ്, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ ഗോരഖ്പൂർ വണ്ടി, അതായത് കൊച്ചുവേളി ഗോരഖ്പൂർ രപ്തിസാഗർ എക്സ്പ്രസ് ഉണ്ടല്ലോ, ഇത് തിരിച്ച് കൊച്ചുവേളി രപ്തിസാഗറായിട്ട് വരുമല്ലോ. ഗോരഖ്പൂരിൽ നിന്ന് നമ്മളെ ചോട്ടാ ഭീമല്ലേ. ഇത് ഗോരഖ്പൂരിൽ നിന്ന് വരുന്ന വണ്ടി കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി മണം. ഞാനിങ്ങനെ പുറത്ത് വന്ന് നിൽക്കുക. എന്തായാലും അകത്ത് ഇരിക്കാൻ സ്ഥലമില്ല, മേളിലെങ്ങാനും കയറി ഇരിക്കാമെന്നേ ഉള്ളൂ. കാറ്റ് കൊണ്ട് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ലത്. അകത്തിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല്. നമ്മൾ മാസ്ക് ഇട്ടിട്ട് ആ ഒരു സ്മെല്ല് അടിക്കുന്നുണ്ട് ഗൈസ് കേട്ടോ ഈ ട്രെയിനിൻ്റെ. സ്ഥിരം പറയുന്ന കണക്ക് തന്നെ ആൾക്കാർ പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങൾ. നോർത്തിൽ നിന്ന് വരുന്ന എല്ലാ വണ്ടികളും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ, ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് യാത്രക്കാർ എങ്ങനെ യാത്ര ചെയ്യുന്നത് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. എന്തായാലും ഇതേ ട്രെയിൻ തന്നെയാണ് കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ 6:35 ട്രെയിൻ നമ്പർ 12512 ആയിട്ട് ഗോരഖ്പൂർ പോകുന്നത്. അത് ആഴ്ചയിലും ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വെനസ്ഡേ ബുധനാഴ്ചയും സർവീസ് നടന്ന ട്രെയിനാണ്. ഞാനിപ്പോൾ അങ്ങ് വന്ന് മേളിൽ ഇരിക്കുക, കണ്ടില്ലേ നിങ്ങൾ. ഒരു പയ്യൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ മേളിൽ കയറി ഗൈസ്, തീരെ നിവർത്തിയില്ല കേട്ടോ. ഞാൻ മിക്കവാറും തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ഇതിന് ഫുഡ് കഴിക്കാൻ ഒരു നിവർത്തിയില്ല. ഫുഡിൽ എനിക്ക് വിശക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഈ സ്മെല്ലിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. മാസ്ക് ഇട്ട് ഞാനിവിടെ ഇരിപ്പുണ്ട്, എന്നാലും മാസ്ക് ഊരിയിട്ട് നമുക്ക് ഈ ഒരു സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ മിക്കവാറും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഹരിപ്പാട് ഇറങ്ങി കേട്ടോ, തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേനെ, കാരണം സ്മെല്ല് നല്ലോണം ഉണ്ട് ഗൈസ്, ഉള്ളത് പറയാമല്ലോ. ഞാൻ വണ്ടി ഒരിക്കലും കുറ്റം പറയുന്നതല്ല. ഗോരഖ്പൂരിൽ നിന്ന് വന്ന ഈ കൊച്ചുവേളിയിലോട്ട് പോകുന്ന ഈ കൊച്ചുവേളി രപ്തിസാഗർ എക്സ്പ്രസ് അടുത്തൊരു മൂടിയൊക്കെ വരുന്നുണ്ടോ നിങ്ങൾ. നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല്. നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ഗൈസ്, ഉറപ്പായ കാര്യം അത്.
ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ വിശന്നിരുന്ന് ഞാൻ തല ഇറങ്ങിയിരുന്ന ഞാൻ വിശന്ന് ആ വെയിലൊക്കെ കൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നേല്ലേ. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ കഴിക്കാൻ പോയ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങിയതാണ് ഞാൻ. കറക്റ്റ് കാര്യങ്ങളാട്ടോ പറഞ്ഞത്. എൻ്റെ പൊന്നോ, അതിനകത്ത് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് മേളിൽ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുക. നമുക്ക് ആ സ്മെല്ലും വെച്ചുകൊണ്ട് ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല. കിറിഞ്ചി പോകാൻ തല ഇറങ്ങിയാൽ വീണ ഞാൻ ട്രെയിനിൽ കൊല്ലം വരെ യാത്ര ചെയ്തായിരുന്നെങ്കിൽ. എന്തായാലും ഇരിക്കുന്നു. ഇപ്പം എന്തോ ചോറെന്ന് നോക്കാം. ചോറ്, അവിയൽ, ചമ്മന്തി, അച്ചാറ്, സിമ്പിൾ ഫുഡ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് കാണാം. എനിക്ക് വിശക്കുന്നു ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഹരിപ്പാടോട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടാവും വന്ദേ ഭാരത്. വൈറ്റ് വന്ദേ ഭാരത് അല്ലാത്തത് കൊണ്ടാണ് ഓറഞ്ച് വന്ദേ ഭാരത് എന്ന് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ഓറഞ്ച് വന്ദേ ഭാരതാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഹരിപ്പാട് ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഗൈസ്, ഞാൻ ചുമ്മാ ഷോഫ് കാര്യങ്ങളൊന്നും കാണിച്ചല്ല കേട്ടോ. എനിക്ക് നിങ്ങളെ ആ വീഡിയോ കാണിക്കണമെന്ന് നല്ലതുപോലെ ഉണ്ടായിരുന്നു. കൊച്ചുവേളിയിൽ അതിനകത്ത് നമ്മുടെ ഗോരഖ്പൂർ വണ്ടിയിൽ എനിക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള സ്മെല്ലുണ്ടായിരുന്നു. ഫുഡില്ലായിരുന്നു. ഞാൻ ആലപ്പുഴയിൽ നിന്ന് കഴിച്ചിട്ടാ നിൽക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അതിനകത്തേ ഇരുന്നേനെ. ഇപ്പോൾ അതേ കണ്ടില്ലേ, ഹരിപ്പാട് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇറങ്ങേണ്ടി വന്നു എനിക്ക്. എന്തോ പറയാനാന്ന് പറ, ഒരു രക്ഷയില്ലാത്ത വണ്ടിയായിപ്പോയി. അങ്ങനെ വിവേക് എക്സ്പ്രസ്സിലും ഗോരഖ്പൂർ എക്സ്പ്രസ്സിലും കയറേണ്ട എൻ്റെ തൃപ്തി അടങ്ങി. അടുത്ത വണ്ടി വരുന്നതുണ്ട്. ഇത് നമ്മുടെ പോർബന്തറിൽ നിന്ന് കൊച്ചുവേളി പോകുന്ന വണ്ടിയാണ്. കൊച്ചുവേളി വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, ട്രെയിൻ നമ്പർ 20910. വ്യാഴാഴ്ചകളിൽ മാത്രം സർവീസ് നടന്ന ട്രെയിനാണ്. പോർബന്തറിൽ നിന്ന് 6:40 രാത്രി എടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴ വഴി 2410 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കൊച്ചുവേളിയിലേക്ക് എത്തിച്ചേരും 3-ാം ദിവസം. ആ വണ്ടിയാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയിപ്പം എനിക്ക് കൊല്ലത്തോട്ട് പോകണമെങ്കിൽ നമ്മുടെ 1:15 രാവിലെ കാണിച്ചൊരു വണ്ടി അറിയാം, പ്ലാറ്റ്ഫോം നമ്പർ 2 കിടന്ന പാസഞ്ചർ കൊല്ലം ആലപ്പുഴ. അതിപ്പോൾ തിരിച്ച് 1:15 അവിടെ നിന്ന് കണ്ടെടുത്ത് ഒരു 1:50 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹരിപ്പാടോട്ട് വരും. ആ ട്രെയിനിൽ ഇനി നമ്മൾക്ക് പോക്ക് കിടക്കത്തുള്ളൂ കൊല്ലത്തോട്ട്. മറ്റേ വണ്ടി പോയാൽ കൊല്ലം എത്തിയാനാ, നേരത്തെ എത്തിയാനാ. അത് എക്സ്പ്രസ് അല്ലേ, പറന്നെത്തിയാനാ, അത് വേറെ കാര്യം. എന്തായാലും നമ്മളെ ട്രെയിൻ വരാനുള്ള സമയമായി. നമ്മൾ ഒരുപാട് നേരം കൊണ്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. അതേ കണ്ടില്ലേ, നമ്മളെ ട്രെയിനാണ് വരുന്നത്. കൊല്ലത്തേക്ക് പോകാനുള്ള ട്രെയിനാണ്. ഈ ഗോരഖ്പൂരിൽ നിന്ന് കൊച്ചുവേളിയിലോട്ട് പോകുന്ന ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നവന്മാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. വളരെ ജെന്യൂനും സത്യസന്ധമായിട്ടുള്ള കമൻറ്റുകൾ ആൾക്കാർ ഇടുന്നത് എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കും ചുമ്മാ, എന്നാലും ഒരു ലിമിറ്റ് ഇത്രയൊക്കെ പറയണമെങ്കിൽ ഇതൊക്കെ ഇത്ര സത്യം. നമുക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലായി പോയി കഴിച്ചു. എനിക്ക് നല്ല വിഷമമുണ്ട് വണ്ടി നിറങ്ങി വന്നതിന്. ഇനിയിപ്പോൾ എന്തോ പറയാൻ, ഇനിയിപ്പോൾ നമ്മുടെ പാസഞ്ചറിൽ കയറിപ്പോകാം രാവിലെ കണ്ട. ഞാൻ എന്താണ്ട് ഇതിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്ത് കയറിയിട്ട് നേരെ ഒന്നും പറയണ്ട ഇവന്മാരെ വണ്ടി. പക്ഷെ അതിനകത്ത് മിക്കവരും മാസ്ക് ഇടാതിരിക്കുന്നുണ്ട്. താഴത്തെ കുറേ ചേച്ചിമാർ അത് ഷാളൊക്കെ വെച്ച് ഇങ്ങനെ മുഖമൊക്കെ പൊത്തിയിരിക്കുന്നു. പിന്നെ ഒരു ചേട്ടൻ, വളരെ കുറച്ച് ആൾക്കാർ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ട് പൊത്തിയിട്ട്, ബാക്കി മിക്ക ആൾക്കാരും മാസ്ക് ഒന്നും ഇടാതൊക്കെയാണ് ഇരിക്കുന്നത്. അതിന് എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. പകുതി അതിഥി തൊഴിലാളികൾ കാര്യങ്ങളൊക്കെ തന്നെ, അത് വേറെ കാര്യം. മലയാളികൾ മിക്കതും മൂക്കും പൊത്തി തന്നെ കേട്ടോ ഇരുന്നത് ഈ ഗോരഖ്പൂർ വണ്ടിയിൽ. എനിക്കത് ഈ ആലപ്പുഴയിൽ നിന്ന് കൊല്ലം വരെ ഒന്ന് ട്രാവൽ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. ഒരു എക്സ്പീരിയൻസ് ഫുള്ള് വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചേ. അപ്പോൾ ഇവിടെ വന്ന് സൈഡ് സീറ്റ് വന്നിരിക്കുക പാസഞ്ചർ ട്രെയിനിൽ. മലയാളി ട്രെയിൻ ബ്ലോഗറുടെ രോദനമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പാസഞ്ചർ ട്രെയിനാണ്, കുറേ സ്റ്റോപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഈ ട്രെയിൻ സ്റ്റോപ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ പാസഞ്ചർ. ഇനിയിപ്പോൾ പുന്നപ്രയൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് സ്പോട്ടൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, അപ്പോൾ ഒരുപാട് സ്റ്റോപ്പുകളൊക്കെ ഉള്ളതാണ്. കൊല്ലം ജംഗ്ഷൻ വരെ എല്ലാ കൊച്ചു സ്റ്റേഷനിലും നിർത്തിയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ കായംകുളം അങ്ങനെ എത്തിയിട്ട് കാണാം. അതുവരെ ഇങ്ങനെ അങ്ങ് പോട്ട്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മളിപ്പോൾ എനിക്ക് ഇൻറ്റേൺഷിപ്പ് നടക്കുന്നുണ്ട്, ചെറിയ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആ വലിയ വണ്ടി കയറി ജനറൽ കമ്പാർട്ട്മെൻറ്റ് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നത്തെ വിവേക് എക്സ്പ്രസ്സിനെ കണക്ക് കയറി. വിവേക് എക്സ്പ്രസ് പിന്നെ അവിടുന്ന് എടുത്തത് കൊണ്ട് എന്നാലും സ്മെല്ലെന്നല്ല, വിവേക് എക്സ്പ്രസ് വേറെ ലെവലായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ ഇത് എൻ്റെ ഗായ്സ് ഒന്നും പറയണ്ട. അപ്പോൾ ഈ വിവേക് എക്സ്പ്രസ് ഒക്കെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നമ്മൾ കായംകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ട്രെയിൻ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. എന്ത് വെയിലാണില്ലേ ഇപ്പോഴത്തെ വെയിൽ, പറയാൻ വയ്യ. ഇന്ന് ഉരുകുക വീഡിയോ എടുത്ത്. അപ്പോൾ എത്ര തണുത്ത വെള്ളം കുടിച്ചാലും മതി വരത്തില്ല എന്നുള്ളതാണ്, അല്ലെ എത്ര വെള്ളം കുടിച്ചാലും മതി വരത്തില്ല എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ കൊല്ലം എത്തിയിട്ട് കാണാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് കൊല്ലം എത്തിയിട്ടെ ഗൈസ്. അങ്ങനെ ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോരഖ്പൂർ വണ്ടിയിലെ ജേണി ടമാർപടാറായിട്ടുണ്ട്. എന്നാലും തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ഞാൻ ഒരിക്കൽ കൂടി സോറി പറയാം എല്ലാവരുടെ അടുത്തും. അപ്പോൾ എന്തായാലും കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്കിനി അടുത്ത ട്രെയിൻ ജേണി കൊച്ചു ട്രെയിൻ ജേണീസ് ആയിരിക്കും കേട്ടോ ഇനി വരുന്നത്. എനിക്ക് ഇൻറ്റേൺഷിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് നമുക്ക് അങ്ങനത്തുള്ള കണ്ടൻറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ പുതിയ ട്രെയിൻ ജേണീസും പുതിയ ട്രെയിൻ ബ്ലോഗ്സും പുതിയ കണ്ടൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.